ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഗുഡ് ആൻഡ് സേഫ്. അപ്പോൾ ഇന്നത്തെ ഒരു കിച്ചൺ ടിപ്സാണ് കേട്ടോ. ലൈക്ക് ഞാൻ യൂസ് ചെയ്യണതാണ്. ആക്ച്വലി നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഒരു ബൾക്കായിട്ട് ഇങ്ങനെ വേപ്പില കൊണ്ടുവരുമ്പോൾ അത് സ്പോയിലായി പോവും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ അതിന് ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പും വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ കീപ്പ് ചെയ്യാം. അതിനുശേഷം പതിയെ കഴുകിയെടുക്കണം. ലൈക്ക് അതിന് ഭയങ്കര ഒരച്ചൊരച്ച് അങ്ങനെ കഴുകരുത്, നല്ല സോഫ്റ്റായിട്ട് കഴുകിയെടുക്കാം. ആ കഴുകിയെടുക്കുന്ന സമയത്ത് ഇഫ് ദർ ഈസ് എനി ബ്ലാക്ക് ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിങ്ങായിട്ടും നല്ല ക്ലീൻ ചെയ്ത് ഒരു അരിപ്പയിലോട്ട് അതിനെ മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിപ്പോൾ സുപ്രീം കേട്ടോ എടുത്തേക്കണം. നിങ്ങൾക്ക് വല്ല പാത്രം ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഞാൻ ടിഷ്യൂ വിരിച്ചു. ഇഫ് പിന്നെ ക്ലോത്ത്സ് ആണെങ്കിലും കുഴപ്പമില്ല, അതിൽ വിരിച്ചിട്ട് നന്നായി അങ്ങോട്ട് പരത്തിയിടണം. ലൈക്ക് അതിൻ്റെ ജലാംശമൊക്കെ ഉണ്ടല്ലോ അത് ഫുള്ള് ഡ്രൈ ആയി പോണ മാതിരി അങ്ങനെ നന്നായിട്ട് പരത്തിയിടുക. ആ സമയത്ത് നമ്മൾ വല്ല ബ്ലാക്ക് കളറിലുള്ള അങ്ങനത്തെയൊക്കെ വേസ്റ്റ് പോലത്തെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റി നല്ലതിന് മാത്രം ഡ്രൈ ആവാൻ വെച്ചാൽ മതി. അത് കുറച്ച് നേരം വെക്കേണ്ട വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ടിഷ്യൂവും കൂടെയും ഇട്ടുങ്ങായിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കും. ലൈക്ക് ഇത്രയും കൂടെ ഫാസ്റ്റിൽ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അതുപോലെ അങ്ങനെ ഒന്ന് വെച്ച് ഒപ്പിയെടുത്തിട്ട് പിന്നെ അത് അവിടെ വെച്ചേക്കും ഡ്രൈ ആവാനായിട്ട് കേട്ടോ. ഞാൻ ഇതുപോലെ 1 വർഷത്തോളമൊക്കെ നമ്മുടെ കറിവേപ്പില കീപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഡ്രൈ ആയിരിക്കണ പോലെ ഉണ്ടാവും. എന്നാൽ നമ്മൾ താളിക്കാനൊക്കെ യൂസ് ചെയ്യൂലേ, അപ്പോൾ അത് ആ ഒരു ഗ്രീനിഷ് കളർ തന്നെ വരും. അപ്പോൾ ഇതിന് നന്നായി ഉണങ്ങി ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു സ്റ്റേജിൽ കണ്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ നൈറ്റ് ഫുൾ വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് തന്നെ. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിൽ ഇരുന്നോളൂ, അതിനൊരു കേടും വരാൻ പോണില്ല. ബട്ട് ഞാൻ പുറത്ത് നല്ല വെയിലുള്ള ടൈമാണല്ലോ ഇപ്പോൾ, അപ്പം ഞാനതിനെ ഒന്ന് പുറത്ത് വെച്ചുങ്ങായിട്ടും കുറച്ചും കൂടെ നല്ല ഡ്രൈ ആക്കിയെടുത്ത് ലൈക്ക് ഒരു ഉണങ്ങിയ പോലത്തെ ഒരു പരുവമുണ്ടല്ലോ, ഇത്തിരി കൂടെ ഡ്രൈ ആക്കി അങ്ങനെ എടുത്തു. ഒട്ടും വെള്ളമില്ലാണ്ട് ഇത് ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ യൂസ് ചെയ്യണത്. അതായത് പുറത്ത് വെച്ചാലും ഒരു കേടും വരില്ല ഇതിന്. ഈവൻ നമ്മൾ കറിയിലിടുമ്പോഴാണെങ്കിൽ സ്മെല്ലിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. കുറേ കാലം ഇരുന്നോളുകയും ചെയ്യും. ഇപ്പോൾ സ്ഥിരമായിട്ട് കടയിൽ നിന്ന് വാങ്ങണവരൊക്കെ ആണെങ്കിൽ ഓൾവേസ് ആയി 1-2 ഇങ്ങനെ യൂസ് ചെയ്യലൊക്കെ നമുക്ക് കിച്ചണിൽ പണിയുടെ ഇടയിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇത്തിരി കൂടെ ഈസിയാണ്. അത് ഇടുക എന്നുള്ളൊരു ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജിൽ എനിക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതിയാവും കേട്ടോ. ഞാൻ പിന്നെ കറിക്കൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. കുറേ കാലങ്ങളോളം ഇങ്ങനെ ഇതുപോലെ തന്നെ ഇരിക്കാനുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ ഫ്രഷ് ഡെയിലി വീട്ടിൽ നിന്ന് കിട്ടുന്നവരാണെങ്കിൽ അത് ഫ്രഷ് തന്നെ യൂസ് ചെയ്താൽ മതി. നമ്മൾ പുറത്തൊക്കെ ഉള്ളവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഇത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സപ്പോർട്ട്. താങ്ക് യു.